പിണറായി വിജയന് വ്യക്തിപരമായി എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ BJP ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നേടിക്കൊടുക്കുന്ന ആളുടെ പേരാണ്. നേടിക്കൊടുക്കുന്ന ആളുകളിൽ ഒരാളുടെ പേരാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്ന എല്ലാ അസംബന്ധവും ഇദ്ദേഹം മൗനം കൊണ്ട് അനുവദിക്കുന്നത്. ഈ പിണറായിക്ക് BJP ആയിട്ടുള്ള ബന്ധം പേഴ്സണലായിട്ടുള്ള ബെനിഫിറ്റ് ആണോ അതോ പാർട്ടിക്ക് എന്തെങ്കിലും ഉപകാരം എത്തുന്നുണ്ടാവോ? എനിക്ക് അറിഞ്ഞൂടാ. അത് പല ആരോപണമുണ്ട്. അത് ആരോപണമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷെ നമുക്കിത് കണ്ടാൽ മനസ്സിലാവുമല്ലോ ആ കാര്യം എന്താണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞില്ലേ ബിഷപ്പ് മരിച്ചുപോയ മത്തായി ചാക്കവനെപ്പറ്റി പറഞ്ഞപ്പോൾ ഇത്ര ക്ഷോഭിക്കുന്ന ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഭക്തനാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത്? അത് ഒരു പ്രശ്നമല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിൻ്റെ എല്ലാ കാറ്, ആ കാറ് ആതിരയും ഞാനും നികുതി കൊടുക്കുന്ന പണം കൊണ്ട് ഓടുന്ന കാറാ. അതിൽ ആരെപ്പോൾ കയറണം നമുക്കൂടി അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ തെറ്റില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ പാർട്ടി നയം അങ്ങനെ അല്ല എന്ന് ഹസ്കർ പറഞ്ഞല്ലോ. EMS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മക്കള് കാറിൽ കയറാതെ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത് തിരുവനന്തപുരത്ത്, സ്വന്തം മക്കള്. എന്നിട്ടാണ് ഈ ശരിക്കും ഒരു സമുദായത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന വിഷം തുപ്പുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തെ പോലെ ഒരാളെ കയറ്റിയിട്ട് അതിനൊക്കെ സ്വീകാര്യത അംഗീകാരം ഉണ്ടായി കൊടുക്കുക, അതാണ് പിണറായി ചെയ്തത്. ആ കാറിൽ കയറ്റാന്നുള്ള ഒരു പ്രതീകമാണ്, അദ്ദേഹത്തിന് കാറിലായിട്ടല്ല.